ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഉറങ്ങാൻ വേണ്ടി നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയുള്ള കുറച്ച് യോഗ പോസുകളാണ്, യോഗാസനകളാണ്. അതായത് നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം ഇപ്പോൾ ഒരു 7:30 കഴിക്കുകയാണെങ്കിൽ ഒരു 9:30 ശേഷമാണ് ഈ ഒരു യോഗാസനങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ 8 മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഒരു 10 മണിക്ക് ശേഷമാണ്. അത് നിങ്ങളിപ്പോൾ ഉറങ്ങാൻ പോകുന്ന സമയത്തിന് 2 മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിച്ചിരിക്കണം എന്നുള്ളതാണ് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയുള്ള ആദ്യത്തെ ടിപ്പ്. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ വയറ് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന, ഏത് പ്രായത്തിലും ഉള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന ഈസി സ്റ്റെപ്സ് ആണിത്. വളരെ ലഘുവായിട്ടുള്ള യോഗാസനങ്ങളാണ് ഇത്. നിങ്ങൾക്ക് ഉറക്കത്തിന് വളരെയധികം ഗുണം കിട്ടും. ഉറക്കം എന്നുള്ളത് നമ്മുടെ നല്ലൊരു ഉറക്കം കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഫ്രഷ് ആയിട്ടല്ലേ എണീക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, യാതൊരു മുൻവിധിയും കൂടാതെ ചെയ്യുക. അല്ലെങ്കിൽ ഇത് എനിക്ക് ചെയ്താൽ എനിക്ക് എന്തായാലും ഉറക്കം കിട്ടും എന്നുള്ള ഒരു ടാസ്ക് നമ്മൾ ബ്രെയിനിന് കൊടുക്കരുത്. നമ്മൾ ബ്രെയിനിന് ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് കിട്ടും. ഇപ്പൊ ഉറക്കത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴാണ് പറയില്ലേ മുൻവിധി കൂടാതെ, അതുപോലെ തന്നെയാണ് ഈ യോഗ പോസുകളെയും നമ്മൾ നേരിടേണ്ടത്. ജസ്റ്റ് നിങ്ങളൊന്ന് ചെയ്യുക, ഓക്കെ ഞാൻ ഉറങ്ങിയാൽ ഉറങ്ങട്ടെ, അങ്ങനെ രീതിയിൽ നിങ്ങൾ സാധാരണ ഒരു മ്യൂസിക് കേൾക്കുന്നത് പോലെ ആ ഒരു ലാഘവത്തോടെ വേണം ചെയ്യാൻ. ഒരു മുൻവിധിയും കൂടാതെ, ഒരു ജഡ്ജ്മെന്റും കൂടാതെ ഈ യോഗാസന നിങ്ങൾ ചെയ്യുക, യോഗ പോസുകൾ ചെയ്യുക. നിങ്ങൾക്ക് അതിന്റെ ഗുണം കിട്ടുന്നതായിരിക്കും. വളരെ സ്ലോലി ആയിരിക്കും ഗുണം കിട്ടുന്നത്. എങ്കിൽ തന്നെ നമ്മൾ ഡെയിലി ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ആദ്യത്തേതാണ് വജ്രാസന. ഈ വജ്രാസന എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ ഒരു പിക്ചറിൽ കാണുന്നുണ്ടാവും. ഈ വജ്രാസന എന്ന് പറഞ്ഞാല് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നടു നിവർന്നിരിക്കണം. നമ്മളുടെ ബെഡിൽ അല്ലെങ്കിൽ പായയിലൊക്കെ ഈ ഒരു പോസിൽ ഇരിക്കാം. പക്ഷെ പായയിൽ ഇരിക്കുന്നവർക്ക്, പ്രായമുള്ളവർക്ക് ചിലപ്പം മുട്ടിന് വേദനയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെഡിൽ തന്നെ ഇരിക്കാവുന്നതാണ്. ഈ പോസിൽ നിങ്ങളൊരു 2 മിനിറ്റോളം തുടരുക. ഇത് നിങ്ങളുടെ സ്പൈന് നിവരാനും അതുപോലെ ബ്ലഡ് സർക്കുലേഷൻ, എസ്പെഷ്യലി ലോവർ പാർട്ട് ഓഫ് ദ ബോഡിയിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ വരാനും, അതായത് തുടയുടെ ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ വരുവാനും, കൂടാതെ നമുക്ക് എന്താണ് GI സിസ്റ്റം, അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ, നമ്മുടെ അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ, നമ്മളിപ്പോൾ ഉറക്കത്തിന് കുറവിന് പല കാരണങ്ങളുണ്ടാകാം. നിങ്ങളുടെ ഉറക്കക്കുറവ്, അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഈ ഒരു പോസ് ഒരു 3 മിനിറ്റ് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ, ഡെയിലി ഉറങ്ങുന്നതിന് മുന്നേ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഗുണം തീർച്ചയായിട്ടും ഉണ്ടാവും. അടുത്ത രണ്ടാമത്തെ ഒരു ആസനയുടെ പേരാണ് യഷ്ടികാസന. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈന് നമ്മുടെ കൈയും നമ്മുടെ ശരീരം മൊത്തമായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ പൂച്ചകളൊക്കെ എങ്ങനെ, അല്ലെങ്കിൽ നായകളൊക്കെ ഒന്ന് കടന്ന് എണീറ്റ് കഴിഞ്ഞാൽ അവർ സ്ട്രെച്ച് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് അവർക്ക് അറിയാം. അവരൊന്ന് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ അതിന്റെ ബ്ലഡ് ഫ്ലോ കൂടുന്നു എന്ന് അവർക്കറിയാം. അതുപോലെ തന്നെയാണ് നമുക്ക് ഇൻക്രീസ് ദ ബ്ലഡ് ഫ്ലോ ടു ദ ഓൾ പാർട്ട് ഓഫ് ദ ബോഡി. അപ്പൊ നമുക്ക് ഉറങ്ങുന്നതിന് മുന്നേ അതൊരു റിലാക്സേഷൻ കൂടിയാണ്. അതുപോലെ നമുക്ക് ഡീസ്ട്രെസ് ചെയ്യിപ്പിക്കും. നമ്മളുടെ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ വേണ്ടി ഈ ഒരു പോസ് വളരെയധികം ഗുണം ചെയ്യും. അത് തന്നെയാണ് യഷ്ടികാസന എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് നിങ്ങൾ രണ്ടാമത്തെ ആസനയായിട്ട് ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് യോഗ പോസായിട്ട് ചെയ്യുക. ആർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൈയും കാലും കൂടെ നിവർത്തി വെക്കാനുള്ള സ്പേസ് ഇല്ലെങ്കിൽ കാല് മാത്രം നിവർത്തി വെച്ചാലും മതി. ഫുൾ ബെനിഫിറ്റിന് വേണ്ടി കൈയും കൂടെ നിവർത്തി വെക്കണം. അടുത്തത് ദ്രാദാസന എന്ന് പറഞ്ഞാൽ സൈഡ് ലെഗ്, അതായത് സൈഡായിട്ട് കിടക്കുകയാണ്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുമ്പോൾ ഈ ദ്രാദാസനയിലാണ് അധികം പേരും കിടക്കുന്നത്, അല്ലെ? ഈ ഒരു പൊസിഷനിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് കിടക്കാറുള്ളത്. ഒന്നെങ്കിൽ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ്. ശവാസനയിൽ ഉറങ്ങുന്നവര് വളരെ കുറവാണ്, എങ്കിലും ദ്രാദാസനയിലായിരിക്കും കൂടുതൽ ഉറങ്ങുന്നത്. അപ്പൊ ഈ സൈഡിൽ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ കടന്നതിന് ശേഷം കാല് മെല്ലെ ഉയർത്തുക. സിറ്റിംഗ്, ജസ്റ്റ് ലിഫ്റ്റ് യുവർ ലെഗ്. വളരെ സ്ലോ ആയിട്ടൊന്ന് ഉയർത്തി, നിങ്ങളുടെ കാല് വേദന എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ചു നേരം ഉയർത്തി അതേ പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക. നിങ്ങൾക്ക് നല്ല റിലാക്സേഷൻ കിട്ടും. ദ്രാദാസന. തിരിച്ച് കിടന്നിട്ട്, ഇപ്പൊ റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് കടന്നിട്ട് മറ്റേ കാല് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ മറുകാല് മെല്ലെ ഉയർത്തി കുറച്ചു നേരം ഹോൾഡ് ചെയ്യുക. ആദ്യം ചിലപ്പോൾ ഒരു അര മിനിറ്റോ അല്ലെങ്കിൽ 20 സെക്കൻഡൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കൂടുതൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൂടി, അല്ലെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യുന്നത് കൂടി ഇത് വളരെ എളുപ്പമായിരിക്കും. അടുത്തത് ഒരു പോസ്റ്റാണ് റിക്ലൈൻഡ് ഭദ്രാസന. ഇത് നമ്മൾ ഈ ഒരു പൊസിഷൻ നമുക്ക്
റിക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ കിടന്നിട്ടുള്ള ഭദ്രാസനയാണ്. ഇരുന്നിട്ട് ഇതുപോലെ ഭദ്രാസന ചെയ്യാം. ഇത് വളരെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഈസി, ഏത് പ്രായത്തിലുള്ളവർക്കും കാലിന് വലിയ കുഴപ്പമില്ലെങ്കിൽ ഇത് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ മനസ്സ് വളരെയധികം ശാന്തമാക്കുന്ന ഒരു പൊസിഷനാണ് റിക്ലൈൻഡ് ഭദ്രാസന. ഈ ഭദ്രാസനയിൽ നിങ്ങൾ കിടക്കുന്നതിന് മുന്നേ ബെഡിൽ തന്നെ വെച്ച് കിടക്കാവുന്നതാണ്. ഇപ്പൊ 4 യോഗ പോസുകൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്തത് ശവാസനയാണ്. ഈ ശവാസന കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മെഡിറ്റേറ്റീവ് എനർജിയാണ്, ഒരു മെഡിറ്റേറ്റീവ് മൂഡാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ശവാസനയിൽ കിടന്നുകൊണ്ട് നമുക്ക് മെല്ലെ ഉറക്കത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ തിരിച്ച് ദ്രാതാസനയിലേക്ക് വരാം. ദ്രാതാസന എന്ന് പറഞ്ഞാൽ ആ ഒരു ലെഫ്റ്റ് സൈഡ് പൊസിഷനാണ്. ഒന്നെങ്കിൽ ശവാസനയിലേക്ക് കുറച്ചു നേരം കിടക്കാം. ഒരു 5 മിനിറ്റ്സ് ശവാസനയിൽ കിടന്ന് നമ്മുടെ ശ്വാസത്തെ ഒബ്സർവ് ചെയ്യുക, പതിയെ ഉറക്കത്തിലേക്ക് പോകാം. അല്ലെങ്കിൽ തിരിച്ച് ദ്രാതാസനയിലേക്ക് വന്നുകൊണ്ട് ശ്വാസത്തെ ഒബ്സർവ് ചെയ്യുക. ഒരു 5 മിനിറ്റ് ശ്വാസത്തെ ഒബ്സർവ് ചെയ്ത് കിടക്കുക. തീർച്ചയായും ഒരു മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം ഇത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റ് ആണ്. രാത്രിയിൽ കിടക്കാൻ നേരത്തുള്ള മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം ഇത് ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആണ്. അതുപോലെ നിങ്ങൾ വീട്ടിൽ തന്നെ സ്ഥിരമായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു ദിവസം ഒരു 40 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ടു 1 അവർ വാക്ക് ചെയ്യുക. നിങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും രാവിലെ വാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം മഴയൊക്കെയാണ്, ബുദ്ധിമുട്ടാണെങ്കിൽ വീടിനുള്ളിൽ തന്നെ യൂട്യൂബിൽ ഇഷ്ടം പോലെ വീഡിയോ അവൈലബിൾ ആണ്. ഒരു അരമണിക്കൂറെങ്കിലും ദേഹം നന്നായിട്ടുള്ള ഒരു എക്സസൈസുകൾ ചെയ്യുക. സിമ്പിൾ എക്സസൈസ് ചെയ്താൽ മതി. അതിന്റെ ബെനിഫിറ്റ്സ് വളരെ കൂടുതലാണ്. എക്സസൈസ്, മെഡിറ്റേഷൻ, യോഗ പോസുകൾ നിങ്ങളുടെ ഉറക്കത്തെ വളരെയധികം ഇംപ്രൂവ് ചെയ്യിക്കുന്നു. അതുപോലെ തന്നെ ചില ഫുഡ് ഐറ്റംസും നല്ലതാണ്. ഫുഡ് ഐറ്റംസിന്റെ കാര്യമൊക്കെ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അധികം സ്പൈസി ആയിട്ടുള്ള കണ്ടന്റ് ഫുഡുകൾ രാത്രി ഒഴിവാക്കുക. 2 മണിക്കൂർ, ഉറക്കത്തിന് 2 മണിക്കൂർ മുന്നേ ഭക്ഷണം കഴിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. ഉറങ്ങുന്നതിന് മുന്നേ വെള്ളം കുടിക്കാതിരിക്കുക. പകൽ സമയത്ത് ധാരാളം വെള്ളം കുടിക്കുക. ഈ വീഡിയോ മറ്റു കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ഒരുപാട് ഉപകാരപ്രദമാകും ഈ യോഗ പോസുകൾ. നിങ്ങൾ ഇത് തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ വന്നൊന്ന് കമന്റ് ചെയ്യുക. കാരണം ഇത് എനിക്കറിയുന്ന പല ആൾക്കാരും ഇങ്ങനെ എനിക്ക് കൺസൾട്ടേഷന് വേണ്ടി വരുമ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത് കൗൺസിലിംഗ് സെഷനിലൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത്തരത്തിലുള്ള യോഗാസനങ്ങൾ വളരെ നല്ലതാണെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. പല ആളുകൾ വിളിച്ചു ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ 5 ആസനകൾ, അതായത് വജ്രാസന, യഷ്ടികാസന, ദ്രാതാസന, റിക്ലൈൻഡ് ഭദ്രാസന, ശവാസന, ഇങ്ങനെയുള്ള ഇത്രയും ആസനകൾ ഉറങ്ങുന്നതിന് മുന്നേ ചെയ്യുക. ബെഡിൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്യുക. മെഡിറ്റേഷന് ശേഷം ചെയ്യുക. എക്സസൈസ് ചെയ്യുക. സ്പൈസി ഫുഡ് ഒഴിവാക്കുക. അതുപോലെ പകൽ സമയത്ത് ധാരാളം വെള്ളം കുടിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഫുഡുകൾ കറക്റ്റ് സമയത്ത് കഴിക്കുക. പച്ചക്കറി തന്നെ കഴിക്കണമെന്നില്ല, നോൺ വെജ് കഴിക്കാം. രാത്രി സ്പൈസി ഫുഡ് ഒഴിവാക്കുക. ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.